ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ടോപ്പിക്ക് എന്താണ് ക്രെഡിറ്റ് നോട്ട് എന്നുള്ളതാണ്. എന്താണ് ക്രെഡിറ്റ് നോട്ട്? ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ഞാന് കണ്ണൻ ട്രേഡേഴ്സ് എന്ന് പറയുന്ന വ്യക്തിക്ക് കടത്തിന്റെ ഗുഡ്സ് വിറ്റു. അപ്പൊ എന്തായിരിക്കാം ജേണൽ എൻട്രി വരുന്നത്? ജേണൽ എൻട്രി നമുക്കറിയാം സെയിൽസ് ആണ് നടന്നത്. സെയിൽസിന് ഇൻകമാണ്. ഇൻകത്തിന് എന്ത് ബാലൻസ്? ക്രെഡിറ്റ് ബാലൻസ്. ഞാൻ കണ്ണൻ ട്രേഡേഴ്സിനാണ് സാധനം വിറ്റത്, കൊടുക്കാനുണ്ട് പൈസ അല്ലെ. അപ്പൊ ആളെന്റെ ഡെറ്റേഴ്സിന് എന്ത് ബാലൻസ്? ഡെബിറ്റ് ബാലൻസ്. അപ്പൊ എൻട്രി വരുന്നത് എന്താണ്? കണ്ണൻ ട്രേഡേഴ്സ് ആർ കോണ്ടാക്ടഡ് ടു എന്ത് സെയിൽസ് എന്ന് പറഞ്ഞാണ് എൻട്രി വരും. അപ്പൊ നമുക്ക് സപ്പോസ് പറയാം ഒരു 10,000 രൂപയ്ക്കാണ് ഞാൻ കടത്തിന് സാധനങ്ങൾ വിറ്റത്. അപ്പൊ 10,000 രൂപ. അപ്പൊ ഇത് കഴിഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഡെബിറ്റ് നോട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. കണ്ണൻ ട്രേഡേഴ്സ് ഒരു 2,000 രൂപയുടെ ഗുഡ്സ് എന്താണ് ഡിഫക്റ്റീവ് ആണെന്നും പറഞ്ഞ് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ നിന്ന് കുറച്ചായിട്ട് കാണിച്ചൊരു ഡെബിറ്റ് നോട്ട് എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2,000 രൂപയുടെ ഗുഡ്സ് ഡിഫക്റ്റീവ് ആയി. അപ്പൊ ഇനി എനിക്ക് എന്റെ അക്കൗണ്ട്സിൽ ഞാൻ എന്ത് ചെയ്തേക്കുക? കണ്ണൻ ട്രേഡേഴ്സിനെ 10,000 രൂപയ്ക്ക് ഞാൻ ക്രെഡിറ്റ് ചെയ്ത് വെച്ചേക്കുക. ഇനി എനിക്ക് 10,000 രൂപയാണോ കണ്ണൻ ട്രേഡേഴ്സിന്റെ കയ്യിൽ നിന്ന് കിട്ടാനുള്ളത്? അല്ല, ഇനി എത്രയേ ഉള്ളൂ? 8,000 രൂപയുള്ളൂ. കാരണം 2,000 രൂപയുടെ എഫക്റ്റീവ് എനിക്ക് കളയണം, റിട്ടേൺ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോ കണ്ണൻ ട്രേഡേഴ്സിന്റെ അടുത്ത് നിന്ന് എനിക്ക് സാധനം റിട്ടേൺ വരുമ്പോ 2,000 രൂപയുടെ സാധനം റിട്ടേൺ വരുമ്പോ എന്താണ് എൻട്രി വരുന്നത്? സെയിൽസ് കുറയുകയാണ് ചെയ്തത്. സെയിൽസിന് ക്രെഡിറ്റ് ബാലൻസ് ആയിരുന്നു. ക്രെഡിറ്റ് ബാലൻസ് ഉള്ള ഐറ്റം കുറയുമ്പോൾ സെയിൽസ് റിട്ടേൺ എന്ന് പറഞ്ഞ ഡെബിറ്റ് സൈഡില് കാണിക്കണം. കണ്ണൻ ട്രേഡേഴ്സ് എന്ന് പറയുന്ന അക്കൗണ്ട് 10,000 രൂപയ്ക്ക് ഞാൻ ഡെബിറ്റ് ചെയ്ത് വെച്ചിരുന്നതായിരുന്നു. ഇനി 10,000 രൂപ ഇല്ല, 2,000 രൂപയ്ക്ക് കുറച്ച് കാണിക്കണം. ഡെബിറ്റ് സൈഡിൽ ഇരിക്കുന്ന ഒരു അക്കൗണ്ട് കുറച്ച് കാണിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ അത് ജേണൽ എൻട്രി എങ്ങനെയാ വരുന്നത്? സെയിൽസ് റിട്ടേൺ കോണ്ടാക്ട് ടു കണ്ണൻ ട്രേഡേഴ്സ് 2,000 അല്ലയോ? ഇനിയാണ് ക്രെഡിറ്റ് നോട്ട് എങ്ങനെയാണ് വരുന്നത് പറയുന്നത്. ഇപ്പൊ എന്റെ അക്കൗണ്ട്സ് നോക്കിക്കേ. ഞാൻ സെയിൽസ് റിട്ടേൺ ചെയ്ത് വെച്ചേക്കുന്നത് 2,000 രൂപയ്ക്കാണ്. നിങ്ങൾ ആ ഒരു പാർട്ടിയുടെ അക്കൗണ്ട് നോക്കിക്കേ. ഇപ്പൊ കണ്ണൻ ട്രേഡേഴ്സിനെ ഞാൻ എന്ത് ചെയ്ത് മാറ്റിയേക്കുക? ക്രെഡിറ്റ് ചെയ്ത് മാറ്റിയേക്കുക. 2,000 രൂപയ്ക്ക് ക്രെഡിറ്റ് ചെയ്ത് മാറ്റിയേക്കുവാണ്. ഇനി ഞാന് കണ്ണൻ ട്രേഡേഴ്സ് എന്ന് പറയുന്ന അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്, ഇത്ര രൂപയില് ഞാൻ ക്രെഡിറ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ അയക്കുന്ന ഡോക്യുമെന്റ് ആണ്. ആർക്ക് അയക്കുന്നത്? എന്റെ ബയ്യർക്ക് അയക്കുന്ന ഡോക്യുമെന്റ് ആണ് എന്തെന്ന് പറയുന്നത്? ക്രെഡിറ്റ് നോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഞാനെന്ന് പറയുന്ന സെല്ലറ് ആർക്ക്? എന്റെ ബയ്യർക്ക് അയക്കുന്ന ഡോക്യുമെന്റ് ആണ് എന്തെന്ന് പറയുന്നത്? ക്രെഡിറ്റ് നോട്ട്.